നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മിൽ പലരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. ബസ്സിൽ നിന്നുള്ള ഒരുപാട് നന്മ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ബസ്സിൽ വെച്ച് ഏതെങ്കിലും യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുക, ആ യാത്രക്കാരെ ബസ്സിലുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അങ്ങനെ ഒരുപാട് ജീവനുകൾ രക്ഷിച്ച കഥയുള്ള നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ ദിവസം അത്യന്തം ദുഃഖകരമായ, അതിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. കൊല്ലം പത്തനാപുരത്താണ് സംഭവം. KSRTC ബസ്സിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിക്കാതെ വഴിയിൽ ഇറക്കി വിട്ടു. ഇതേ തുടർന്ന് ചികിത്സ കിട്ടാതെ മരിച്ചു. പിറവന്തൂർ സ്വദേശി നാരായണനാണ് ബസ്സിൽ നിന്നിറങ്ങി റോഡിൽ മണിക്കൂറുകൾ കിടന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാഞ്ഞതിനെ തുടർന്ന് മരിച്ചത്. 62 വയസ്സുകാരനാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ സമയം ഒട്ടേറെ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയിരുന്നുവെന്ന് പരിസരവാസികളടക്കം പറയുന്നുണ്ട്. ബസ് തിരികെ ഓടിച്ച് നാരായണനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമവും ഉണ്ടായില്ല എന്ന ആരോപണവും ശക്തമാവുന്നുണ്ട്. സംഭവം അറിഞ്ഞ് നാട്ടുകാർ കൂടിയ ശേഷം ഇതുവഴി എത്തിയ വനംവകുപ്പിന്റെ വാഹനത്തിലാണ് ഇദ്ദേഹത്തെ പുനലൂരിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഓലപ്പാറ എത്തും മുൻപ് തന്നെ മരണത്തിന് കീഴടങ്ങി. ആദ്യമെത്തിയ വനംവകുപ്പ് വാഹനത്തിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞു കൊണ്ടുപോയില്ല എന്ന ആക്ഷേപവും നിലവിൽ ശക്തമാകുന്നുണ്ട്. 4 ദിവസമായി ശ്വാസമുട്ടൽ മൂലം അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു നാരായണന്. അദ്ദേഹത്തെ രാവിലെ പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ നടത്തി മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഈ അസ്വസ്ഥത ഉണ്ടായത്. ഉച്ചയ്ക്ക് 1:30 പുനലൂരിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള ബസ്സിൽ പോകുമ്പോൾ മഹാദേവർ മണിലാണ് ആദ്യം അസ്വസ്ഥതയുണ്ടായത്. നാരായണന്റെ കയ്യിലെ ബാഗിൽ ഉണ്ടായിരുന്ന ഗുളികയെടുത്ത് ബസ് ഡ്രൈവർ നൽകി. പക്ഷേ ബസ് വനത്തിലേക്ക് പ്രവേശിച്ചതോടെ വീണ്ടും ശ്വാസമുട്ടലുണ്ടായി. കോട്ടക്കയം അമ്പലത്തിന് സമീപത്തെത്തിയപ്പോൾ ശരീരം തളർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിയ നാരായണൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്നാണ് സഹയാത്രികർ പറയുന്നത്. റോഡ് വക്കിൽ മണിക്കൂറുകളോളം ഇരുന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് ആളൊഴിഞ്ഞ പ്രദേശമല്ല, വണ്ടികൾ ധാരാളം പോകുന്നുണ്ടായിരുന്നു. അച്ചൻകോവിൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് ആശുപത്രികളുള്ള പത്തനാപുരം, പുനലൂർ ഭാഗങ്ങളിലേക്ക് തിരികെ നാരായണനെ കൊണ്ട് പോകാതെ മറ്റേതെങ്കിലും വാഹനം വരുന്നതിനായി കാത്തുകിടന്നു എന്ന വിവരവും വളരെയധികം നടുക്കുന്നതായി മാറിയിരിക്കുകയാണ്. ഏറെ നേരം കഴിഞ്ഞിട്ടും വാഹനങ്ങളൊന്നും വരാത്തതിനെ തുടർന്ന് സമീപത്തെ വനംവകുപ്പ് ഓഫീസിൽ അറിയിച്ച് വാഹനം വരുത്താമെന്ന യാത്രക്കാരിൽ ചിലരുടെ നിർദ്ദേശം കണക്കിലെടുത്ത് ബസ് അച്ചൻകോവിലേക്ക് പോവുകയായിരുന്നു. ഈ സമയം മതിയായിരുന്നു അവർക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഈ മനുഷ്യനെ ഒന്ന് ആശുപത്രിയിൽ കാണിച്ച് രക്ഷിക്കാൻ. പക്ഷെ അവർ മറ്റൊരു വണ്ടിക്കായി കാത്തു നിന്നു. ആ സമയമൊക്കെ ഒരുപാട് എടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും എന്താണ് KSRTC ജീവനക്കാർക്ക് ഈ സംഭവത്തിൽ പറയേണ്ടത്? അവരുടെ പ്രതികരണം കിട്ടിയിട്ടില്ല. അവരുടെ ഒരു ഭാഗവും കൂടി അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും യാത്രക്കാരുടെയൊക്കെ ഒരു പ്രതികരണം അല്ലെങ്കിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ KSRTC ബസ് ജീവനക്കാർക്ക് വലിയ വീഴ്ചയുണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടായപ്പോൾ തന്നെ തീർച്ചയായിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. വിലപ്പെട്ട മണിക്കൂറുകൾ അത് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ, പ്രത്യേകിച്ച് ബസ്സിനുള്ളിൽ വെച്ച് കുഴഞ്ഞു വീഴുക അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുക, യാത്രക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് ചികിത്സ നൽകി അവർ സുഖം പ്രാപിച്ച ശേഷം ബസ് സർവീസുകൾ തുടങ്ങി എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. നേരത്തെ ഉണ്ടായ ഒരു സംഭവം കൂടി നമുക്ക് നോക്കാം. എറണാകുളം അങ്കമാലിയിൽ KSRTC ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകരായി ബസ് ജീവനക്കാരും യാത്രക്കാരും മാറിയ സംഭവം നമ്മുടെ നാട്ടിലാണ് അരങ്ങേറിയത്. ഒക്കൽ നെല്ലാടൻ വീട്ടിൽ ഷീല ഗോപിയാണ് അങ്കമാലിക്ക് അടുത്ത് വെച്ച് ബസ്സിൽ കുഴഞ്ഞു വീണത്. ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ ബസ്സിൽ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ KSRTC ബസ് എത്തിയത് കണ്ട് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരും ആദ്യം പകച്ചു. ബസ് നിർത്തിയ ശേഷം ഉടനെ തന്നെ വീൽചെയറിലേക്ക് മാറ്റിയ ശേഷം ഷീല ഗോപിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പ്രഥമ ശുശ്രൂഷ നൽകി ഷീലയെ ഡിസ്ചാർജ് ചെയ്തു. ഇത്തരത്തിൽ ബസ് ജീവനക്കാരുടെ നിർണായകമായ ഇടപെടലുകൾ കാരണം എത്രയോ ജീവനുകൾ രക്ഷപ്പെട്ട നമ്മുടെ നാടാണിത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംഭവം അത്യന്തം അപലപനീയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.